ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കറികളെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. മത്തങ്ങയും വലിയ പയറും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ കൂടി വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ മത്തങ്ങയും പയറും കൂടെ താളിച്ചിട്ട് അതിൻ്റെ മീതെ ഇടാൻ വേണ്ടിയാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെക്കണത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് സവാള, വേപ്പില, വെളുത്തുള്ളി വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ മത്തങ്ങയും വലിയ പയറും കൂടി വേവിച്ചപ്പോൾ തന്നെ അതിൽ കുറച്ച് സവാള ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പച്ചമുളകും ഇട്ടാണ് വേവിച്ചേക്കണത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റി വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ. നമ്മളിതിൽ ആവശ്യത്തിന് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് മുളക് പൊടി ഞാൻ അരിക്കിട്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയും വലിയ പയറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതിലേക്ക് ഇനി നമുക്ക് തേങ്ങ വറുത്തത് കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് കുറുകി വരട്ടെ കേട്ടോ, എന്നിട്ട് തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഇതിലേക്ക് നമ്മുടെ വറുത്ത തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത കറി നോക്കാം. അപ്പോൾ ഇവിടെ സോയ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സോയ വേവിക്കാമെന്ന് വിചാരിച്ചു. അത് ബീഫ് വെക്കുന്ന പോലെ നല്ല വരട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതേ ഞാൻ സോയ എടുത്തിട്ടുണ്ട്, അത് വേവിക്കാൻ വേണ്ടി വെക്കാൻ പോകണം കേട്ടോ. അങ്ങനെ സോയ വേവിക്കാൻ വെച്ചു. അപ്പോൾ അതിൽ ഞാൻ വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഇഞ്ചി ഇത്ര ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കണത്. ഇതൊരു വിസിലടിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ സോയ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സവാള വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് വഴറ്റി വരട്ടെ കേട്ടോ. അങ്ങനെ ദേ വഴറ്റി വന്ന തക്കാളിയിലേക്ക് ഞാൻ നമ്മുടെ സോയ വേവിച്ചത് ഇട്ട് കൊടുത്തു. ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് ഓഫാക്കാം കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ഉച്ചക്കത്തേക്ക് ലഞ്ചിനുള്ള കറികൾ റെഡി ആയിട്ടുണ്ട്. സോയയും വൻപയറും മത്തങ്ങയും കൂടെ വെച്ചത്. അപ്പോൾ ഈ മത്തങ്ങയുടെ കറിയിൽ ഇങ്ങനെ തേങ്ങ വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ച് നോക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, വീഡിയോസൊക്കെ കാണണേ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.